ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് പെസഹ വ്യാഴാഴ്ച ആയതുകൊണ്ട് നമ്മൾ അപ്പം പുഴുങ്ങാനുള്ള പരിപാടിയാണ്. നമ്മൾ അതിന് പറ്റിയ നല്ല വാഴയില കണ്ടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഇതേപോലെ ഒരു കമ്പയിലൊരു കത്തി നല്ലതുപോലെ വെച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ വാഴയില മുറിക്കാൻ നല്ല എളുപ്പമാണ്. ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വാഴയില കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പം നല്ല ഇല നോക്കിയിട്ട് വാഴയിൽ നിന്ന് സെലക്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഒരു എത്ര അപ്പമാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ട് അതിന് കണക്കായിട്ട് നമ്മൾ ഇല കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇല ഏകദേശം കട്ട് ചെയ്തിട്ടുണ്ട്. ഒരില നമ്മുടെ ഇല അങ്ങ് താഴേക്ക് വീണുപോയി. നമുക്കത് താഴെ ഇറങ്ങി എടുത്തിട്ട് തിരിച്ച് കയറി വരാം. നമുക്ക് ആവശ്യത്തിനുള്ള ഇല ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഇല വാട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് വെയിലത്ത് നിരത്തിയിട്ടിട്ടുണ്ട്. നമുക്കിനിയിപ്പം നല്ല ഇളവൻ തേങ്ങ വേണം, അതായത് മൂത്തുപോയ തേങ്ങ കൊള്ളുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇളവൻ തേങ്ങ നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആ തേങ്ങ ഇടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. നമ്മൾ ആവശ്യത്തിന് തേങ്ങ ഇട്ടിട്ട് അത് നമ്മൾ പൊതിച്ചെടുക്കണം. പൊതിച്ച് നമ്മൾ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 1 കിലോ പൊടി വെച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ നമുക്കൊരു 2 തേങ്ങ വേണ്ടി വരും. പിന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉഴുന്നും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അരിപ്പൊടി ചേർത്ത് അതിൻ്റെ അകത്തേക്ക് ഒതുക്കിയെടുത്ത തേങ്ങ ഇങ്ങനെ അരച്ച് തീരെ മയമാക്കി കളയരുത്. അപ്പോൾ ആ ഒതുക്കിയെടുത്ത തേങ്ങയും ജീരകവും അരച്ചതും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കണം. നല്ലപോലെ തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. നമുക്ക് ആ ഒരു കുഴയ്ക്കുമ്പം അതിൻ്റെ ഒരു കണക്കായിട്ടുള്ള ഇതിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളമായി എന്ന് തോന്നിക്കഴിയുമ്പോൾ നമുക്കത് നിർത്താം. എന്നിട്ട് നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം നമ്മളുടെ വെള്ളം ആവശ്യത്തിനായിട്ടുണ്ട്. നമ്മൾ കുഴച്ച് അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം മൊത്തം ഒന്നും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് കുഴയ്ക്കുന്നത് നിർത്താം. എല്ലാം കൂടെ നമുക്കതൊന്ന് പ്രോപ്പറായിട്ട് അത് കുഴച്ച് നടുക്കേക്ക് കൂട്ടി അത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ഇലയിലേക്ക് പരത്തിയെടുക്കാം. നമ്മൾ ആദ്യമേ കുരിശപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കുരിശപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു കുരിശുണ്ടാക്കിയെടുക്കും. അപ്പം അതിനായിട്ട് നമ്മൾ കുരിശോലയിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതൊരു കുരിശ് ആക്കി മാറ്റും. നമുക്ക് ഇതേപോലെ ഒരു കട്ടിങ് ഇട്ടിട്ട് അതിൽ ഇതേപോലെ ഒരു അടുത്ത പീസ് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഒരു കുരിശ് കിട്ടും. സാധാരണഗതിയിൽ ചിലർ വാഴയില തന്നെയാണ് കുരിശപ്പം ഉണ്ടാക്കുന്നത്.
നമ്മളിവിടെ ഒരു പ്ലേറ്റിലാണ് കുരിശപ്പം ഉണ്ടാക്കുന്നത്. നമ്മൾ പ്ലേറ്റിലേക്ക് പരത്തി എടുത്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് കുരിശ് വെക്കും. അങ്ങനെയാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. നമ്മൾ ആദ്യമേ കുരിശപ്പമാണ് പരത്തുന്നത്. അപ്പോൾ കുരിശപ്പം പരത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇണ്ടറിയപ്പം പരത്തുന്നത്. നമുക്കൊരു ഇച്ചിരി വെള്ളം മുക്കിയിട്ട് ഒന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും കൂടെ നല്ല ക്ലിയർ ആയിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മളിതിപ്പം കുഴച്ചെടുത്ത് അതിൻ്റെ പേരിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു ഒട്ടലുണ്ടാവും. അപ്പം നമുക്കത് കറക്റ്റായിട്ട് അത് പരത്തിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ ചെറുതായിട്ട് വെള്ളം മുക്കിയിട്ട് അത് ഒന്നും കൂടെ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ നടുക്കേക്ക് നമുക്ക് കുരിശ് അങ്ങ് പതിച്ച് വെച്ചാൽ മതി. നമ്മുടെ കുരിശപ്പം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇണ്ടറിയപ്പം പരത്താൻ തുടങ്ങുകയാണ്. നമ്മൾ വാഴയില വെയിലത്തിട്ട് വാട്ടിയെടുത്ത വാഴയില പീസായിട്ട് കട്ട് ചെയ്ത് നല്ല ക്ലിയറായി തുടച്ചെടുത്ത് അതിലേക്കാണ് നമ്മൾ പരത്തുന്നത്. ചിലർ കട്ടി കൂട്ടിയാണ് പരത്തുന്നത്. നമ്മളിപ്പം കട്ടി കുറച്ചാണ് പരത്തിയെടുക്കുന്നത്. കട്ടി കുറച്ച് പരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ അടുപ്പയിൽ വിറക് കത്തിച്ചിട്ട് അപ്പച്ചമ്പിലാണ് അപ്പം പുഴുങ്ങിയെടുക്കുന്നത്. നമ്മളതിനു വേണ്ടി ഗ്യാസൊന്നും ഉപയോഗിക്കാറില്ല. ഇപ്പം നമ്മൾ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമ്മൾ അടിയിൽ ഇണ്ടറിയപ്പമാണ് വെക്കുന്നത്. ഇണ്ടറിയപ്പം വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലാണ് കുരിശപ്പം വെക്കുന്നത്. അപ്പം നമുക്കിപ്പം ഫസ്റ്റ് ട്രിപ്പിലേക്കുള്ള ഇതാണ് വെക്കുന്നത്. നമുക്കൊരു 2-3 പ്രാവശ്യത്തേന് പുഴുങ്ങേണ്ട വരും, 2-3 പ്രാവശ്യമായിട്ട്. ഇപ്പോൾ ഒന്നാമത്തെ ട്രിപ്പാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ വിറകടുപ്പിലാണ് ഇതുണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ഒന്നാമത്തെ ട്രിപ്പ് ഇണ്ടറിയപ്പം കുരിശപ്പം കൂടെ വെച്ച് വെന്തിട്ടുണ്ട്. നമ്മളത് എടുത്ത് ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് നമുക്ക് വെക്കണം. മൊത്തം നമ്മളിപ്പം പരത്തി എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം നമുക്കത് ഓരോരോ പ്രാവശ്യമായിട്ട് വേകുന്നതിനനുസരിച്ച് അപ്പച്ചമ്പ വെച്ച് പുഴുങ്ങിയെടുത്താൽ മതി. ഇതിപ്പോൾ ലാസ്റ്റ് ട്രിപ്പാണ്. ഇതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം പുഴുങ്ങുന്നതിൻ്റെ പരിപാടി കഴിയും. ഇനിയിപ്പം നമുക്ക് പാലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ തീരെ ചെറുതാണെങ്കിൽ ഒരു 1.5 തേങ്ങ നമുക്ക് വേണ്ടി വരും. നമ്മൾ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാല് പിഴിയുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മളൊരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് അരിപ്പ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് മിക്സിയിലേക്ക് തേങ്ങ ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടി പോവാം. നമുക്കിതിന് പാരലായിട്ട് ഇനി വെല്ലം വേണം. വെല്ലം നമ്മൾ പൊടിച്ചെടുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ചിലരാണെങ്കിൽ വെല്ലം പാനിയാക്കി എടുത്തിട്ട് അരിച്ചെടുക്കും. നല്ല വെല്ലമൊന്നും ആണെങ്കിൽ പാനിയാക്കണമെന്നില്ല. പാനിയാക്കി എടുക്കുന്നതാണ് ഒന്നും കൂടി എളുപ്പം. നമ്മൾ അടിച്ചെടുത്ത് എല്ലാം കൂടെ നമ്മളിപ്പോൾ ഒരു ചെരുവത്തിലേക്ക് എടുക്കുകയാണ്. നമ്മൾ മൊത്തം അടിച്ചു കഴിഞ്ഞിട്ട് ഒന്നിച്ച് പാല് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു സ്പൂൺ അരിപ്പൊടി അത് നമ്മളിവിടെ കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊരു കുരിശുണ്ടാക്കിയിട്ടിരുന്നു. ജീരകം അരച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ചേർക്കണം. നമ്മൾ ഈ പാല് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇതെന്നാന്ന് വെച്ചാൽ തേങ്ങാപ്പാലായതുകൊണ്ട് ചിലപ്പോൾ അത് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അതിൻ്റെ ഒരു ടേസ്റ്റും കൺസിസ്റ്റൻസിയും കിട്ടുമല്ലോ. നമ്മളിപ്പം ഈ തേങ്ങാപ്പാലൊരു ഇച്ചിരി ചൂടായി കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ച വെല്ലം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതൊരു മീഡിയം ഒരു ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കലക്കി വെച്ച അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ അരിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു ചൂടായിട്ടുണ്ട്. നമുക്കിനിയിപ്പം ഇതിൻ്റെ അകത്തേക്ക് കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി അതൊരു പാലൊരു കൊഴുപ്പ് ഉണ്ടെന്ന് തോന്നുന്ന നിലയിലേക്ക് എത്തിക്കഴിയുന്നവരെ നമ്മൾ ഇളക്കണം. എന്നാലേ ശരിക്കും നമുക്ക് ആ പാലിന് നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ചൂട് ഒന്നും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ബാക്കി അരച്ച് വെച്ചിരിക്കുന്ന ജീരകവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അത്യാവശ്യം ഒരു തിളയ്ക്കുന്ന ഒരു കണ്ടീഷൻ ആകുമ്പോഴത്തേനും നമ്മൾ തീ കെടുത്തണം. തീ കെടുത്തിയിട്ട് നമ്മൾ വീണ്ടും നമ്മളത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി ആ ഒരു നല്ലൊരു ചൂട് കുറയുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വെള്ളവും മുകളിൽ ആ പാലിൻ്റെ ഒരു ഇതുമായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പാലിന് അതിൻ്റെ ഒരു പ്രോപ്പർ ടേസ്റ്റ് കിട്ടുകയില്ല. ഇപ്പോൾ എന്തായാലും നമ്മളുടെ പാല് റെഡിയായി. ഇതെല്ലാം ഗ്ലാസ്സിലേക്ക് എടുത്തൊഴിച്ചു. പഴവും ഇണ്ടറിയപ്പം കുശപ്പം എല്ലാം എടുത്തു വെച്ചു. ഇപ്പം നമ്മളുടെ ഇന്നത്തെ പെസഹയുടെ അപ്പം ചുടൽ ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അസ്.